ഞാൻ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂണിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് മകീര നക്ഷത്രത്തെക്കുറിച്ചാണ്. മൊത്തത്തിലൊരു രാശി ഗ്രൂപ്പുകളായിട്ട് പറയാതെ ഓരോ നക്ഷത്രങ്ങളെ പ്രത്യേകമായിട്ട് പറഞ്ഞ് പോകാം. ഈ വർഷം തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ഓരോ നാളുകളായിട്ട് പറഞ്ഞത്. അപ്പോൾ 27 നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. മകീര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മകീര നക്ഷത്രം നിലനിൽക്കുന്നത് എടവം മിഥുനം കൂറുകളിലാണ്. എടവത്തിലും പകുതി മിഥുനത്തിലുമായിട്ടാണ് മകീര നക്ഷത്രം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മകീര നക്ഷത്രക്കാർക്ക് ഈ വർഷം പറയുമ്പോൾ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും അനുഭവം രണ്ട് രീതിയിലാണ്. ഏതനുഭവം? വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള അനുഭവം, വ്യാഴമാറ്റത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള അനുഭവം രണ്ട് രീതിയിലാണ്. എടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഗതി എങ്ങനെയാണ്? എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം 3ലേക്കും 4ലേക്കുമാണ്. മിഥുനക്കൂറുകാർക്കോ മിഥുനം, കർക്കിടകം, ചിങ്ങം 2ലേക്കും 3ലേക്കുമാണ്. മിഥുനം, കർക്കിടകം, ചിങ്ങം. അപ്പോൾ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ഈ രണ്ട് കൂറുകാർ തമ്മിൽ അനുഭവത്തിൽ, വ്യാഴമാറ്റത്തിൻ്റെ അനുഭവത്തിൽ തുലവും വ്യത്യാസമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി പൊതുവേ വാരഫലമൊക്കെ പറയുമ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെയാണ് വാരഫലത്തിലൊക്കെ മകീരം എന്നും പറഞ്ഞ് മാത്രം എഴുതി വാരഫലം പറയാറുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിലും കൂറുകളുടെ ഈ വ്യത്യാസം നമ്മൾ വളരെയധികം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എടവക്കൂറുകാർക്ക് 3ലും 4ലേക്കും മാറുന്നു. 3-ാം ഭാഗത്തേക്ക് വ്യാഴം മാറിക്കഴിഞ്ഞാലോ 3, 6 ഭാഗങ്ങളിലേക്കൊക്കെ വ്യാഴം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലഹം എന്നൊരു കണ്ടീഷൻ പഴയ ശ്ലോകങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിലായിട്ട് ഇപ്പോൾ സംസ്കൃത ശ്ലോകങ്ങളൊന്നും ഞാൻ ചെല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? 3-ാം ഭാഗം, 6-ാം ഭാഗം, 12-ാം ഭാവം ഇതൊക്കെ വ്യാഴത്തിനെ സംബന്ധിച്ച് വളരെ മോശമുള്ള കാര്യങ്ങളാണ്. 3ലെ വ്യാഴത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള കാര്യം ആചാര്യന്മാർ പറഞ്ഞതിനനുസരിച്ച് അവർക്ക് കലഹ സ്വഭാവം. എത്ര ഡീസൻ്റ് ആയിട്ടുള്ള വളരെ സൗമ്യാത്മാക്കളായിട്ടുള്ള മനുഷ്യന്മാരാണെങ്കിൽ പോലും 3ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലങ്ങളിൽ അവർക്ക് എല്ലാ കാര്യത്തിലും അവരുടെ സൈക്കിന് ഒരു ക്ഷമ കുറവ്, ഒരു പക്വതക്കുറവ്, എല്ലാത്തിനേക്കും റിബലിസം തോന്നിക്കുന്നുള്ളതാണ്. 3-ാം ഭാഗം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിക്രമം, വീര്യം, സാഹോദര്യം എന്ന് സാമാന്യമായിട്ട് പറയും. വ്യക്തിയുടെ സ്വഭാവം, വ്യക്തിയുടെ ഇടപെടൽ, അതുമാതിരി സഹോദര സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ, ഒരു ഓഫീസിലും കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യണ ആൾക്കാർ, സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ പൊതുജനം എന്നൊക്കെ അർത്ഥമുണ്ട് 3-ാം ഭാവത്തിന്. വലിയ രാഷ്ട്രീയക്കാരായിരിക്കിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരോ, അധ്യാപകരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരോ, അതുപോലെ ഈ പല മേഖലകളിലൊക്കെ ഇങ്ങനെ രോഹിണി അല്ല കേട്ടോ, മകീരം നക്ഷത്രത്തെ പറ്റി പറഞ്ഞ് തെറ്റിപ്പോയതാണ്. രണ്ടും ഒരു കൂറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ മകീര നക്ഷത്രക്കാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ സ്ഥലത്തും ഒരു റിബലിസം ഉണ്ടാവും എന്നുള്ളതാണ്. സഹോദരന്മാരൊക്കെ ആയിട്ട് വളരെയധികം നന്നായിട്ട് സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കണ മകീര നക്ഷത്രക്കാർക്ക് 3ലേക്ക് വ്യാഴം വരുമ്പോഴോ സഹോദരന്മാരിൽ നിന്നും അങ്ങനത്തുള്ള ആ കാര്യത്തൊക്കെ പല ഇടപെടലുകൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും വന്നത്. പക്ഷെ ആരുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി തീർന്നില്ലേ. അതേമാതിരി അവരുടെ ഇടപെടലുകളും ചിലപ്പോൾ അത്ര ക്ലിയർ ആയിക്കോളുന്നില്ല. വളരെ ലോഹ്യമായിട്ട് വലിയ സഹോദര ഗുണമൊക്കെ ഉള്ള ആൾക്കാർക്ക് പോലും സഹോദരന്മാരെ ശത്രുക്കളാക്കുക, ഒരു ഓഫീസിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്ന പല കാര്യങ്ങളിലും തമാശകളിലും ഒക്കെ വളരെയധികം പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ വഴക്കുണ്ടാവുക. സഹോദരന്മാര്, സഹപ്രവർത്തകര്, സമൂഹം പല കാര്യങ്ങളിലും ഒക്കെ ഈ കലഹ സ്വഭാവവും വീഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്.
ഇടവം, മിഥുനം, കർക്കിടകം രാശി. കർക്കിടകം രാശിയിലേക്ക് 4-ാം ഭാവത്തേക്ക് വരുമ്പോഴോ, 4-ാം ഭാവത്തേക്ക് വരുമ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ മാറ്റം വരും. 4-ലെ വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭൂമി, വീട്, മാതാവ്, മനസുഖം, ദേഹസുഖം, വാഹനം, ഇതിൻ്റെയൊക്കെ കേസാണ്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് 4-ലെ വ്യാഴം. 4-ലേക്ക് വരുമ്പോൾ വ്യാഴത്തിൽ നിന്നുള്ള അനുഭൂതി. അപ്പം നല്ല കൃഷിഭൂമികൾ ലഭിക്കാനിടയാവുക, തരിശായിട്ട് കിടക്കുന്ന കൃഷിഭൂമികളിൽ എന്തെങ്കിലും ഇതിലൊക്കെ കൃഷി ചെയ്യാനായിട്ടുണ്ടാവുക, രോഗിയായിട്ട് കിടക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് രോഗി ആയിട്ട് കിടക്കുന്ന മാതാവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ഒരു സൗഖ്യം ഉണ്ടാവുക, ഡോക്ടർമാർക്ക് പൊതുവെ കണ്ടുപിടിക്കാനൊക്കെ വിഷമം ഉണ്ടായിരുന്ന തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന രോഗം പോലും ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, ഇച്ചിരി പേടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനം ആരൊന്നും വലിയ കാര്യമില്ലാന്നുള്ളത് മനസ്സിലാവുക. വാഹനങ്ങൾ വിറ്റും വാഹനങ്ങൾക്ക് വിൽക്കാനുള്ള ബ്രോക്കർ പണി ചെയ്തും അല്ലെങ്കിൽ വാഹനങ്ങൾ വെച്ച് ലോൺ എടുത്തും ഒക്കെ സമ്പത്ത് കയ്യിൽ വരാൻ സാധിക്കുക. അതുപോലുള്ള പല പല ഗുണങ്ങളും ഈ 4-ാം ഭാവത്തേക്ക് വരികയും ചെയ്യും. 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം 10-ാം മാസത്തോടുകൂടി ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇടവം, മിഥുനം, കർക്കിടകത്തിൽ 3-ാം സ്ഥാനത്തിരുന്ന ഈ വ്യാഴത്തിൻ്റെ കൊണ്ടുള്ള ദോഷങ്ങൾ 10-ാം മാസത്തോടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മകീര നക്ഷത്രക്കാർക്ക് അവരെ വിഷമത്തിനൊക്കെ കുറച്ച് അളവ് സംഭവിക്കും. അതിനുശേഷം 2026 ജനുവരി അവസാനമാകുമ്പോൾ ഇതേ വ്യാഴം തന്നെ കർക്കിടകത്തിൽ തിരിച്ചു പോവുകയും ചെയ്യും. വ്യാഴം ഒരു രാശി പിന്നിടുന്നത് ഒരു വർഷം കൊണ്ടാണ്. വ്യാഴം 12 രാശിയും പിന്നിടുമ്പോൾ 12 വർഷം വരും. അതുകൊണ്ടാണ് ഒരു വ്യാഴവട്ടക്കാലം എന്നാണ് ഈ 12 വർഷത്തിനെ പറയണത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ കർക്കിടകത്തിലേക്കുള്ള മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അനുഗുണവും വളരെ ശക്തവുമാണ്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭാവമാണ് ഈ കർക്കിടക രാശിയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ വ്യാഴം മോശസ്ഥാനത്തേക്ക് പോയി എനിക്കിനി സമ്പത്തിനും അതേമാതിരി സന്തതിയിൽ നിന്നൊക്കെ വിഷമം ഉണ്ടാവും, അങ്ങനെ ആപ്പഴെല്ലാം നശിച്ചു പോയല്ലോ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ പറയണത്. അപ്പോൾ നമ്മൾ വ്യാഴപ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. വ്യാഴപ്രീതിക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സർവേശ്വരകാരകനാണ് വ്യാഴം. നമ്മൾ സ്വതവേ എന്നും രാവിലെ തന്നെ എഴുന്നേറ്റു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ബാഗിലാക്കി നേരെ ജോലിക്ക് പോയി, ജോലി ചെയ്തു, വീട്ടിൽ വന്നു, കിടന്നുറങ്ങി, അങ്ങനത്തെ ഉള്ള നിത്യമായിട്ട് റുട്ടീൻ എല്ലാവർക്കും ഉണ്ടല്ലോ. പാടത്തേക്കൂടെ ട്രെയിൻ പോണ മാതിരി ഒരേ രീതിയിൽ തന്നെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ജീവിതം ബോറാവണു. അതിനോടൊപ്പം തന്നെ വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഇല്ലാത്തൊരു ജീവിതമാവണു. അതിനിടയ്ക്ക് ഇങ്ങനെ ഗ്രഹപ്പിഴകൊണ്ട് കൊന്നു കഴിയുമ്പോൾ കുഴപ്പമാവുന്നു. അപ്പം ഇങ്ങനെ തിരക്ക് പിടിച്ചുള്ള ഈ ജീവിതത്തിൽ ക്ഷേത്ര ദർശനത്തിനും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഏത് ദൈവത്തിനെ ഭജിച്ചാലും, ഏത് മതത്തിലുള്ളവരും ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴത്തിന് പ്രീതി കിട്ടും. എന്താണ് കാരണം? വ്യാഴം സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴത്തിൽ നിന്നുള്ള കണ്ടീഷൻ അതിൻ്റെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കിട്ടും. പക്ഷേ ആചാര്യന്മാർ പറയണത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിഷ്ണു ഭജനമാണ് ഏറ്റവും നല്ലതെന്നാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ സമയമുണ്ടാക്കി നമ്മുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക. വിഷ്ണു പൂജ, ഗണപതി പൂജ, ദേവീ പൂജ, നാഗപൂജ, ധർമ്മദൈവ പൂജ, ഇതെല്ലാം കുടുംബത്തിലെ ഐക്യത്തിനും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം കുറഞ്ഞ പക്ഷം തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ, ശ്രീരാമൻ്റെ, നരസിംഹമൂർത്തിൻ്റെയൊക്കെ അമ്പലത്തിൽ പോവുക. 3-ാം ഭാഗത്തേക്കൊക്കെ വ്യാഴം പോകുമ്പോൾ അവതാര വിഷ്ണുക്കളിൽ ഏറ്റവും നല്ലതാണ് നരസിംഹത്തെ തൊഴുന്നത്. വ്യാഴാഴ്ച ദിവസം നരസിംഹത്തിന് നെയ്വിളക്ക് വയ്ക്കുന്നതും പാനകം നേദിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പൊതുവെ വ്യാഴദോഷത്തിനുള്ള ഏറ്റവും പ്രയോജനമുള്ളതും ശക്തിമത്തമായിട്ടുള്ളതും ഈ വ്യാഴപ്രീതിക്ക് മാത്രമല്ല, പല പല നിങ്ങളുടെ കുടുംബത്തിലെ കഷ്ടതകളൊക്കെ തീർന്നതായിട്ടൊരു ഒരുപാട് പറഞ്ഞു തരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ പൈസ മുടക്കം എന്നുള്ളതല്ല, മിനിമം 3 വ്യാഴാഴ്ചയെങ്കിലും ചെയ്യണം പൂർണ്ണമായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാലോ, വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ നടത്തുക. അപ്പോൾ വളരെ വലിയ നല്ലൊരു വഴിപാടാണ്.
തുളസിമാല ചാർത്തുന്നതിന് പ്രത്യേകിച്ച് ഗുണമുണ്ട്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ഭാഗ്യത്തിന് ഉണർവുണ്ടാവും. പാൽപ്പായസം നേദ്യം നടത്തുന്നത് വളരെ ഉത്തമമാണ്, വ്യാഴപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ നടത്തുക. മിനിമം 3 പ്രാവശ്യമെങ്കിലും 3 വ്യാഴാഴ്ചകളിൽ ഇങ്ങനെ അടുപ്പിച്ച് നടത്തുക. ഞങ്ങൾക്ക് ജോലിക്ക് പോകാനുണ്ട്, അങ്ങനെ പോകാനുണ്ട്, ഇങ്ങനെ പോകാനുണ്ട്, എല്ലാ വ്യാഴാഴ്ചയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നില്ല, 3 പ്രാവശ്യമൊക്കെ നടത്തുക. ബാക്കിയുള്ള വ്യാഴാഴ്ചയൊക്കെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തൊഴുവണം. അതുപോലെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ മകീരം ഇടവക്കൂറിലുണ്ട്, മിഥുനക്കൂറിലുണ്ടെന്ന് പറഞ്ഞു. മിഥുനക്കൂറുകാർക്കാണെങ്കിൽ 2ലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. ഈ 10-ാം മാസം 2026 10-ാം മാസം വരെ കർക്കിടകത്തിലും 2027 ജനുവരി മുതൽ ചിങ്ങത്തിലേക്കും, ജനുവരി വരെ ചിങ്ങത്തിലേക്കും, അതിനുശേഷം വീണ്ടും കർക്കിടകത്തിലേക്ക് പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ലും 3ലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ 2-ാം ഭാവത്തേക്ക് വ്യാഴം വന്നാലോ, 2-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാധനം വാക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനാണ്. വിദ്യാഭ്യാസപരമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ, കോളേജ് ജീവനക്കാർ, അതുകൊണ്ടവർക്കൊക്കെ വളരെ നല്ലൊരു കാലമാണ് വരാൻ പോണത്. വിദ്യാർത്ഥികൾക്ക് നല്ല മാർഗം മേടിക്കുക, അക്കാദമിക്കായിട്ട് വലിയ വിജയങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടുക, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കുക, അതേമാതിരി ചില അവാർഡുകൾ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ, മേന്മയുള്ള അവാർഡുകൾ, പെട്ടെന്നൊരു സ്ഥാനമാനങ്ങളൊക്കെ സമൂഹത്തിലുണ്ടാവുക, അതുപോലുള്ള പല 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 ഗുണപരമായിട്ടുള്ള വിഷയങ്ങളും ഈ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാവും. അധ്യാപകർക്ക് പെട്ടെന്ന് പ്രൊമോഷൻ, ഹെഡ് മാസ്റ്റർമാരാവുക, അല്ലെങ്കിൽ മോശമായിട്ട് ഉള്ള സ്കൂളിൽ നിന്ന് നല്ല സ്കൂളുകളിലേക്ക് വരിക, കഥ എഴുതുക, അങ്ങനെ കഥാ സാഹിത്യാദി പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, കുടുംബസുഖം ഉണ്ടാവുക. അപ്പം മിക്ക വീടുകളിലും അപ്പനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ, മക്കളൊക്കെ പുറത്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് മക്കൾക്കും ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ലീവ് കിട്ടുക, വിദേശത്തു നിന്നും ഫോറിനിൽ നിന്നൊക്കെ പെട്ടെന്ന് വന്നിട്ട് അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കുറച്ച് നാൾ കഴിഞ്ഞു കൂടാൻ ഇടവരിക, പരപണിയൊക്കെ കൃത്യമായിട്ട് തീരുക, വീട് മോടി പിടിപ്പിക്കുക. അതേമാതിരി എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാലും വരവും ചെലവും തമ്മിൽ തീരാതെ ഉള്ള ലോകത്തുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് EMI ഒക്കെ കെട്ടി, അതേമാതിരി എത്രയൊക്കെ കെട്ടിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കടത്തിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം, മോശമാണ്, ശകലം പൈസയെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാവുക. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ മകീരം നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും 2 രീതിയിലുള്ള കണ്ടീഷനാണ്. വ്യാഴത്തിന് വേണ്ടിയിട്ട് വ്യാഴപ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന കാര്യം.